യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹമാണ്. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞതാണ്. ആ പ്രാർത്ഥന കൊണ്ട് നമുക്ക് നേടാൻ കഴിയുള്ളത് പല കാര്യങ്ങളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വൻ കാര്യങ്ങൾ നേടിയതായിട്ടുള്ള ചരിത്രങ്ങളും ഞാൻ അവിടെ കാണിച്ച് പറഞ്ഞിട്ടുണ്ട്. വചനം തപ്പിയെന്നാൽ അത് കാണാനും സാധിക്കും. അതുപോലെ വീണ്ടും ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 6:9 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ, രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. അപ്പോൾ ഈ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നതായിട്ടുള്ള സംഭവത്തെക്കുറിച്ചാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതായിട്ടുള്ള ഒരു സംഭവമാണ്. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് മാത്രമല്ല, പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം കൂടെയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ രാജ്യം വരുന്നതിന് വേണ്ടിയും അങ്ങയുടെ രാജ്യത്തെ വരുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ഇവിടെ കർത്താവ് തൻ്റെ ജനത്തെ പഠിപ്പിക്കുന്നത്. ആദ്യം ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നു, അവർ പ്രാർത്ഥിക്കുന്നു. അത് വചനത്തിലൂടെ നമ്മൾക്ക് എല്ലാവർക്കും, ഈ ലോകത്തിലുള്ള എല്ലാ വിശ്വാസികൾക്കും അത് ബാധകമാണ്. അപ്പം നമ്മൾ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ നിപ്പയെ പോലെയുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ കൊറോണ പോലെയുള്ള സംഭവങ്ങളൊക്കെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് മാറ്റുവാനായിട്ട് കഴിയും. അല്പമെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ, ഈ കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ മലയോട് മാറി നിൽക്കാൻ പറഞ്ഞെന്നാൽ അത് സംഭവിക്കുന്നുള്ളതാണ് യേശു ക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടെന്നുള്ള കാര്യം അത് സത്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അപ്പോൾ ഈ രാജ്യം വരുന്നതിന് വേണ്ടിയിട്ടുള്ള വന്നിരിക്കുന്നതും വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയും അത് മാത്രമേ ഞാൻ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ തെളിയിക്കുന്നുള്ളൂ. പിന്നെ നിങ്ങൾ വചനത്തിൽ കൂടെ അത് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് മനസ്സിലാവും. അതിൽ യോഹന്നാൻ്റെ സുവിശേഷം 3:1 പറഞ്ഞിരിക്കുന്നത് ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ദൈവരാജ്യം ശക്തിയോടെ വരുമെന്ന് മർക്കോസിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു. ആ ശക്തിയോടെ വരുന്നത് കാണുവോളം ഈ നിൽക്കുന്നവർ മരണം ആസ്വദിക്കില്ല എന്നുള്ള വചനങ്ങളും വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ പ്രാർത്ഥനാ പ്രകാരമായിട്ടാണ് ഈ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണവും ആ ക്രൂശ് മരണത്തോടു കൂടെയുള്ള ആ രാജ്യത്വം വരുന്നതും. പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ പാരഗ്രാഫ് മുഴുവൻ വായിക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ആ രാജ്യത്വം അവിടെ സ്ഥാപിതമാകുന്നതായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം നമ്മൾ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യേശുക്രിസ്തുവിൻ്റെ രാജ്യത്വം ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മൂന്നാം വാക്യത്തിൽ അവൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദെമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കുമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വാക്യം. വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നുവെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ആ സ്വർഗരാജ്യത്തിലേക്ക് നമുക്ക് കടക്കുവാനായിട്ടുള്ള ഒരു കവാടമാണത്. ആ കവാടത്തിൽ കൂടെ മാത്രമേ നമുക്ക് യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്ക് കടക്കുവാൻ പറ്റുള്ളൂ. ലോകത്തിൽ കാണുന്നത് പോലെയുള്ള ഒരു സിംഹാസനം വെച്ച് ആ സിംഹാസനത്തിൽ യേശുക്രിസ്തു ഇരുന്ന് ഭരിക്കും, 1000 ആണ്ട് ഭരിക്കും എന്നുള്ള കാര്യം അത് വേറൊരു സംഭവമാണ്. അത് അങ്ങനെ വിശ്വസിക്കുന്നവർ അങ്ങനെ. പക്ഷേ ഞങ്ങൾ പഠിച്ചിരിക്കുന്നതിൽ അങ്ങനെയല്ല. ഞങ്ങൾ പഠിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. അതും പിന്നെ ചർച്ച് ഓഫ് ക്രൈസ്റ്റിൻ്റെ പഠിപ്പിക്കുന്ന രീതിയും ചർച്ച് ഓഫ് ക്രൈസ്റ്റിൻ്റെ ആ രീതി അനുസരിച്ച് പഠിപ്പിക്കുന്നതിൻ്റെ രീതി അനുസരിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം വെള്ളത്താലും ആത്മാവിനാലും ആണ് യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തിലേക്ക് കടക്കുവാനായിട്ടുള്ള ഒരു വഴി. അപ്പം ഇവിടെ ഇപ്പോൾ ഈ കർത്താവ് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള വെള്ളത്താലും ആത്മാവിനാലും ജനിച്ച് നമ്മൾ അവൻ്റെ രാജ്യത്തിൽ കടക്കുവാനായിട്ടുള്ള എളുപ്പ വഴി മാത്രമാണ് ഇത്
പറഞ്ഞിരിക്കുന്നത്. ആ ഒരു എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ അത് സ്നാനപ്പെടുക, പാപം ഏറ്റുപറഞ്ഞ് സ്നാനപ്പെട്ട് തിരുവത്താഴത്തിൽ പങ്കെടുത്ത് സഭയോട് ചേർന്ന് കൂട്ടായ്മ ആചരിച്ച് വരുമ്പോൾ നമ്മളൊരു രാജ്യത്വത്തിൻ്റെ ആ സിംഹാസനത്തിൽ നമുക്ക് യേശു ക്രിസ്തുവിനെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം ആയിട്ട് വരുന്നത്. യേശു ക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ദൈവം, യഹോവയായ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിന് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നതായ രാജ്യത്വത്തിൻ്റെ ആ സിംഹാസനത്തിൻ്റെയും ആയിട്ടുള്ള ഒരു ഭാഗമാണത്. അതിൽ നിന്നാണ് നമ്മൾ ക്രിസ്തു രാജ്യത്തെക്കുറിച്ച് നമ്മൾ പ്രസംഗിക്കുന്നതും ക്രിസ്തു രാജ്യത്തെക്കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നതുമൊക്കെ ആ ഒരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം നമുക്ക് ഈ പ്രാർത്ഥിക്കുവാനായിട്ടുള്ള അതുപോലെയുള്ള ഒരു ഇതിനേക്കാൾ ഇതുപോലെ ഒരു വൻ കാര്യങ്ങൾ സാധിച്ചുവെങ്കിൽ ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ ഇനി വരാനില്ല. എന്നാൽ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളൂ. നമ്മുടെ പനി മാറണം, അല്ലെങ്കിൽ വേദനകൾ മാറണം, വിഷമം മാറണം, ബുദ്ധിമുട്ട് മാറണം, വീട് കിട്ടണം, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾക്ക് ഉള്ളത്. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് ഒന്നുമല്ല താനും. അപ്പോൾ അതുകൊണ്ട് ദൈവം നമുക്ക് തരുവാൻ ബാധ്യസ്ഥനുമാണ്. അപ്പം നമ്മുടെ ഈ പ്രാർത്ഥനകൾക്കെല്ലാം ദൈവം നമുക്ക് സാധിച്ചു തരുവാൻ ശക്തനുമാണ്. അപ്പം നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നിൻ്റെ അറയിൽ കടന്ന് വാതിലടച്ച് നിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം നിശ്ചയമായിട്ട് നിനക്ക് ഉത്തരം തരുമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്രകാരം തന്നെ വീണ്ടും മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്ത ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവരാജ്യം ശക്തിയോടെ വരും. അതെങ്ങനെയാണ് ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് എന്നുള്ളതാണ് പിന്നീടത്തെ അടുത്ത നമ്മുടെ ഒരു ആകാംക്ഷ. എങ്ങനെയാണ് ദൈവം ശക്തിയിൽ നമുക്ക് ദൈവരാജ്യം തരുന്നത്? അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ശക്തിയോടെ വരുന്നതും അതും ഈ വേദപുസ്തകത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള സംഭവമാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ശക്തിയായിട്ട് ആ സ്വർഗ്ഗത്തിൽ നിന്നും ഇറങ്ങി വരുന്നതായിട്ടുള്ള ശക്തി തെളിയിക്കുന്നതായിട്ടുള്ള ആ വാക്യങ്ങൾ കാണുന്നത്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് നോക്കാം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കം ഉണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. അന്ന് ആകാശത്തിൻ കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ നിന്നും വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഈ മുഴക്കം ഉണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി ഓരോരുത്തൻ താന്താൻ്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് പോയി. എല്ലാവരും ഭ്രമിച്ചു ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവർ എല്ലാം ഗലീലക്കാർ അല്ലയോ? അപ്പോൾ ഈ പെന്തക്കോസ്ത് നാളിൽ വന്നു കൂടിയിരിക്കുന്നവരെല്ലാവരും കൂടിയിരുന്നപ്പോൾ അവിടെ ഒരു വലിയ സംഭവങ്ങളാണ് നടക്കുന്നത്. ലോകത്തിൽ അതുവരെ ഒരിക്കലും സംഭവിക്കാത്ത ഒരു സംഭവമാണ് ആ പെന്തക്കോസ്ത് നാളിൽ വന്നിരുന്നത്. അതിനു മുമ്പ് ലോകത്തിൽ ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞിരുന്നതായിട്ടുള്ള മഴ, അതിനു മുമ്പ് മഴയില്ലായിരുന്നു. ആ മഴ പെയ്യും എന്ന് നോഹയോട് പറഞ്ഞപ്പം ആരും വിശ്വസിച്ചിരുന്നില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്നും ആരും വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ മഴ പെയ്തു. അതുപോലെ അതിനുശേഷം പിന്നീട് വരുന്ന ഒരു സംഭവമാണ് ഈ പെന്തക്കോസ്ത് നാളിൽ കൂടിയിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് ശക്തിയോടെ വരുന്നത് കാണുന്നത്. അപ്പോൾ അവർ സംസാരിക്കുന്നത്, അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്നു പാർക്കുകയും യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഈ മുഴക്കം ഉണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി ഓരോരുത്തൻ താന്താൻ്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് പോയി. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാർ അല്ലയോ? പിന്നെ നാം ഓരോരുത്തരും ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? പർത്തരും മേദ്യരും എലാമ്യരും മെസൊപ്പൊത്താമ്യയിലും യഹൂദിലും കപ്പദോക്യയിലും പന്തോസിലും ആസ്യയിലും പഫുല്യയിലും മിസ്രൈമിലും കുറേനയ്ക്ക് ചേർന്ന ലിബ്യ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമിൽ നിന്ന് വന്ന് പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മത അനുസാരികളും ക്രോത്യരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എല്ലാവരും ഭ്രമിച്ചു ചാഞ്ചലിച്ചു. ഇത് എന്തായിരിക്കുമെന്ന് അന്യോന്യം പറഞ്ഞു. ഇവർ പുതുവീഞ്ഞു കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പരിഹസിച്ചു പറഞ്ഞു. അവിടെ ദൈവത്തിൻ്റെ ആത്മാവിറങ്ങി അവർ ഇവിടെ 18 ഭാഷകൾ സംസാരിച്ചു എന്നാണ് വചനം പറയുന്നത്.
18 ഭാഷകൾ സംസാരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 18 ഭാഷ കൂടിയിരുന്ന യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായി അപ്പോസ്തലന്മാരും ശിഷ്യന്മാരും അവരുടെ കുടുംബങ്ങളുമായിട്ടുള്ളവർ കൂടിയിരിക്കുന്ന ആ സന്ദർഭത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ അവർ സാമാന്യ വിദ്യാഭ്യാസം പോലും ഇല്ലാത്തവർ ഈ വലിയ കാര്യങ്ങൾ, വൻ കാര്യങ്ങൾ, വൻ ഭാഷകൾ, പല 18 ഭാഷ അത് 18 പേരായിട്ട് സംസാരിക്കുന്നു. അതൊക്കെ വളരെ വ്യക്തമായിട്ട് വചനം നമ്മളെ പഠിപ്പിക്കുന്നതായിട്ടുള്ള വചനങ്ങളാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പെന്തക്കോസ് എന്ന പേര് പറഞ്ഞ് പെന്തക്കോസുകാരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് ആ പെന്തക്കോസിൻ്റെ ഭാഷയാണ് അന്യഭാഷ സംസാരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും അടിസ്ഥാനമില്ലാത്തതും കമ്പ്യൂട്ടറിന് പോലും തെളിയിക്കാൻ കഴിയാത്തതായിട്ടുള്ള കാര്യങ്ങളാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ ആ ഭാഷയല്ല ഈ ഭാഷ, അത് വേറെ കാര്യം, അത് വേറെ സംസാരിക്കുന്നു. അത് വിശ്വാസികളെ തന്നെ വഞ്ചിക്കുന്നതായിട്ടുള്ള ഇതാണ്. അത് ഞാൻ ആരും അതിൽ വിശ്വാസമുള്ളവർക്ക് അതൊരു കുത്തു പ്രസംഗമായിട്ട് തോന്നുമെങ്കിലും എനിക്ക് വചനം എടുക്കുമ്പോൾ സത്യങ്ങൾ പറയാതിരിക്കാനും കഴിയുന്നില്ല. അപ്പം അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് സത്യങ്ങൾ, വചനത്തിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സത്യം ഞാൻ പറയുന്നത്. അവിടെ 18 ഭാഷ അത് കൃത്യമായിട്ട് അവർ സംസാരിച്ചത്, അത് കേട്ടിരുന്ന സാധാരണക്കാർ, അതായത് പെന്തക്കോസ്ത് എന്ന് പറയുന്ന ദിവസം കൂടിയിരുന്ന ജനങ്ങൾ, അറബിക്കാരും ക്രോത്യരും എലാമിയരും മെസൊപ്പൊട്ടാമിയക്കാരും അങ്ങനെ അറബികളും എല്ലാ ആൾക്കാരും അവിടെ വന്ന് കൂടിയിരുന്ന യെരുശലേം ദേവാലയത്തിൽ പെരുന്നാളിന് വന്നവർ അവർക്ക് മനസ്സിലായി ഇവർ പറയുന്ന ഭാഷ ഏത് ഭാഷ, എന്ത് ഭാഷ അവർക്ക് മനസ്സിലായി. പക്ഷേ ഇന്നത്തെ പെന്തക്കോസ്ത് പറയുന്നത് ആ ഭാഷ കമ്പ്യൂട്ടറിന് പോലും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പം വചനത്തിൽ പറയുന്ന സത്യങ്ങൾ അത് വ്യക്തമാണ്. അതിന് കേട്ടുനിന്ന അതേത് ഭാഷക്കാർക്ക് അവർക്കൊന്ന് മനസ്സിലായി എന്നാണ് വചനത്തിൽ പറയുന്നത്. അത് അതിൻ്റെ താഴോട്ട് പിന്നെ വായിക്കുമ്പോൾ അപ്പോൾ പത്രോസ് 11 പേരോട് കൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാരും യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ, എൻ്റെ വാക്ക് ശ്രദ്ധിച്ചു കൊള്ളുവിൻ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. പകൽ 3 മണി നേരമേ ആയിട്ടുള്ളൂ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതാകുന്നു. അപ്പം അവിടെ ആ സന്ദർഭത്തിൽ പത്രോസ് എഴുന്നേറ്റ് നിന്ന് അവരോട് സംസാരിക്കുകയാണ്. അപ്പോൾ ചിലർക്ക് അവരിത് കളിയാക്കി സംസാരിക്കുന്നു, ചിലർ ഇത് കള്ളു പിടിച്ചിട്ട് അല്ലെങ്കിൽ വീഞ്ഞ് തലയ്ക്ക് പിടിച്ചിട്ട് ഇവർ സംസാരിക്കുന്നു എന്നാണ് ഈ ഭാഷ അറിയാത്തവർക്ക് മനസ്സിലായത്. അവർ അങ്ങനെയാണ് അത് വിചാരിച്ചിരുന്നത്. പക്ഷേ ഭാഷ അറിയുന്നവർക്കത് മനസ്സിലായി, ഇത് ഞങ്ങളുടെ ഭാഷയാണല്ലോ സംസാരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ അവർക്ക് ആ ഭാഷ അറിയാൻ മേലാത്തവരാണ് ആ കാര്യം പറഞ്ഞത്. ഇവർ കള്ളു കുടിച്ചിട്ട് സംസാരിക്കുന്നു എന്നുള്ള ആ സത്യം, ഞാൻ കള്ളുടിച്ചു എന്നുള്ള പറഞ്ഞ ഇതിൽ എഴുതിയിട്ടൊന്നും ഇല്ലെങ്കിലും വീഞ്ഞ് കുടിച്ചിട്ട് ഇവർ തലയ്ക്ക് മത്ത് പിടിച്ചിട്ട് സംസാരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കർത്താവിൻ്റെ ആ രാജ്യത്വം ഇവിടെ സ്ഥാപിതമാകുന്നതിൻ്റെ ഒരു ഉള്ളടക്കമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്വത്തെ അവിടെ കളിയാക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. പിന്നെയും അവിടെ പറയും, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെ മേലും ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. അവരും പ്രവചിക്കും. ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. രക്തവും തീയും പുകയാവിയും തന്നെ. കർത്താവിൻ്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുൻപേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായി മാറിപ്പോകും. എന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ രാജ്യത്വത്തിലേക്ക് കടക്കുന്നതിൻ്റെ ആ മുൻ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ സ്നാനപ്പെടുന്നതും കൂട്ടായ്മ കാണിക്കുന്നതുമായിട്ടുള്ള ആ അതിലേക്കാണ് കാണുന്നത്. കർത്താവിൻ്റെ നാമം വിളിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും എന്ന് ദൈവം അരുളി ചെയ്യുന്നു. ദൈവത്തിൻ്റെ രാജ്യത്വത്തിലേക്ക് കയറുന്നവന് അവന് പിന്നീട് വചനം പിന്നെയും നമ്മൾ അതിനെക്കുറിച്ച് വായിച്ചു വരുമ്പോഴത്തേക്ക് അവന് പിന്നെ മരണമില്ലെന്നാണ് ഈ വചനം പറയുന്നത്. അതായത് യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നീട് അവന് മരണമില്ല. ജഡസംബന്ധമായി മരിക്കുന്നുവെങ്കിൽ അവൻ ആത്മസംബന്ധമായിട്ട് ഒരിക്കലും മരിക്കുന്നില്ല എന്നാണ് വചനം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ന്യായവിധി പോലും ഇല്ല എന്നുള്ളതാണ് വചനം പിന്നെയും വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഈ വചനം നമ്മൾ സാധാരണ നമ്മുടെ ജീവകാരുണ്യ ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു എങ്കിൽ അത് അങ്ങനെയല്ല. ഇത് ദൈവത്തിൻ്റെ വലിയ മർമ്മം പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ വിശ്വസിക്കുന്നവർക്ക് ഏവർക്കും ഇതൊരു നിത്യജീവങ്കിലേക്കുള്ള ഒരു രാജ്യത്വത്തിൻ്റെ ഒരു സുവിശേഷം കൂടിയാണത്. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ അതിനെക്കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത് 19
അപ്പോൾ 19 5 വാക്യത്തിൽ, അപ്പോൾ വലിയ പുരുഷാരത്തിൻ്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്. ഹല്ലേലൂയ. സർവ്വശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ. അപ്പോൾ കർത്താവിൻ്റെ രാജ്യത്വം ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു. കർത്താവ് ആ രാജ്യത്വം ഏറ്റെടുത്തിരിക്കുന്നു. വളരെ വളരെ വ്യക്തമായിട്ടാണ് ഈ വചനം അവിടെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ 17-ന്റെ 14 വാക്യത്തിൽ, താൻ കർത്താവും രാജാതി രാജാവും ആകൊണ്ട് കുഞ്ഞാട് തന്നോട് കൂടെയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. അപ്പോൾ അത് വേറൊരു യുദ്ധത്തിലേക്ക് വരുന്ന ഒരു വാക്യമാണ്. എങ്കിലും അവിടെ കർത്താവും എന്നവിടെ ഉള്ള വാക്കുകൾ അവിടെ ഉറപ്പാക്കിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കർത്താവ് ആരാണ്, എന്താണ് എന്നുള്ളതിൻ്റെ ഏകദേശ രൂപങ്ങളൊക്കെ നമുക്ക് നേരത്തെ അറിയാമെങ്കിലും ഇവിടെ വചനം ഇങ്ങനെ കർത്താവിൻ്റെ രാജ്യത്വം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതായിട്ടുള്ള രക്തം ഒഴുക്കിയ ആ സംഭവം, ആ രക്തം ഒഴുക്കി നമുക്ക് വേണ്ടി അവൻ ബലിയാടായി നമ്മൾക്ക് വേണ്ടി ക്രൂസിൽ കയറി, അങ്ങനെ ഇത്രയും ഒരു വലിയൊരു സംഭവം നമുക്ക് വേണ്ടി ചെയ്ത് ഈ രാജ്യത്വം നമുക്ക് സുതാര്യമാക്കി തന്നിരിക്കുന്നു. നമുക്ക് അത് വിശ്വാസയോഗ്യമായിരിക്കുന്നു. അതുകൊണ്ട് പത്രോസിനോട് പറഞ്ഞിരിക്കുന്നത് പാതാള ഗോപുരങ്ങൾ ഇതിനെ ജയിക്കുകയില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ രാജ്യത്വത്തെ തകർക്കുവാനായിട്ട് ഒരു പാതാള ഗോപുരത്തിന് പോലും അതിന് ജയിക്കാൻ കഴിയില്ല. അത്രയ്ക്കും അത്രയ്ക്കും ഉറപ്പാക്കി തന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വ്യക്തതയാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ രാജ്യത്വം നിസ്സാരമല്ല, മറ്റു പഠിപ്പിക്കുന്നത് പോലെയല്ല, മറ്റ് സഭകളിൽ പറയുന്നത് പോലെയല്ല. ചർച്ച് ഓഫ് ക്രൈസ്റ്റിൻ്റെ മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വളരെ വ്യക്തമായിട്ടും നല്ല വ്യക്തമായിട്ടും നമുക്ക് മനസ്സിലാകുന്ന വിധത്തിലും നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നതായിട്ടാണ്. അതുകൊണ്ട് അന്യഭാഷ എന്നുള്ള സംഭവം ഇവിടെ പറയുന്നുണ്ടെങ്കിൽ ആ അന്യഭാഷ നിങ്ങൾക്ക് ആരോട് വേണമെങ്കിലും നിങ്ങൾക്ക് വചനം എടുത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഈ അന്യഭാഷ മനസ്സിലായ അന്യഭാഷയാണ്. പെന്തിക്കോസ്തുകാർ പറയുന്ന പോലെയുള്ള അന്യഭാഷ അത് മനസ്സിലാകാത്ത ഭാഷയാണ്. അത് ആർക്കും നമുക്ക് വിവരിച്ച് തന്നിട്ടുമില്ല. അങ്ങനെ സഭയിൽ ആരെങ്കിലും ഒരു അന്യഭാഷക്കാരൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത് അന്യഭാഷ അടയാളമായി വിശ്വസിക്കുന്നത് വിശ്വാസിക്കല്ല അവിശ്വാസിക്കത്രേ. ഒന്ന്. രണ്ടാമത്, അന്യഭാഷ സംസാരിക്കുന്നുവെങ്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ട്രാൻസ്ലേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അവൻ തന്നോടും ദൈവത്തോടും മാത്രം സംസാരിക്കട്ടെ, ഒച്ച സംസാരിക്കാൻ പാടില്ല എന്ന്. അങ്ങനെയാണ് വചനം പഠിപ്പിക്കുന്നത്. വചനത്തിൽ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ആ അന്യഭാഷയല്ല ഈ അന്യഭാഷ, ഇത് സത്യമായ അന്യഭാഷയാണ്. ഇത് നമുക്ക് മനസ്സിലാകുന്ന അന്യഭാഷയാണ്. നമുക്ക് ആക്കിയതായിട്ടുള്ള അതിൻ്റെ തിരുവെടുത്ത് നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള അന്യഭാഷയാണ്. അതുകൊണ്ട് നമുക്ക് തമിഴ് പറഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും, ഇംഗ്ലീഷ് പറഞ്ഞാൽ പഠിച്ചവർക്ക് അല്പസ്വല്പമൊക്കെ ഭാഷ മനസ്സിലാകും, ഹിന്ദി പറഞ്ഞാലും അല്പസ്വല്പം മനസ്സിലാകും. എന്നാൽ ഇവരുടെ ഭാഷ നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഭാഷയല്ല ഈ ഭാഷ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിച്ച് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ദൈവരാജ്യം അരക്കെട്ട് ഉറപ്പിച്ച് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള രാജ്യത്തിൻ്റെ സുവിശേഷം വീണ്ടും സംസാരം ഇതിന് മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ ഈ ചെറിയ വാക്യത്തിൽ നിന്നും നിർത്തുന്നു. ദൈവം